വേണമെന്ന് ചോദിച്ചു, വേണ്ടാന്ന് പറഞ്ഞു. മരുന്ന് വേണമെന്ന് ചോദിച്ചു, വേണ്ടാന്ന് പറഞ്ഞു. എന്തിനാണ് ഇത്? ആർക്കെങ്കിലും അർഹതപ്പെട്ടവർക്ക് കിട്ടട്ടെ. നമുക്കൊരു ഇച്ചിരി മരുന്നൊക്കെ ഫ്രീ ആയിട്ട് തരും. നമ്മുടെ ഇത് നോക്കിട്ട് പോയാൽ മതി. കാരണം ഇത് ഞങ്ങളുടെ മാഡം മോഡൽസ് അല്ല നമുക്ക് എല്ലാവർക്കും കാഴ്ചയോട് നൽകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ നയിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി പരമേശ്വരനെ ബഹുമാനത്തോടെ സംസാരിക്കാനായിട്ട് ക്ഷണിക്കുന്നു. ഡോക്ടറിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഭയങ്കര നല്ലതാണ്. യൂഷ്വലി നമ്മൾ ഡോക്ടേഴ്സ് എഴുതുന്ന വായിക്കാൻ പറ്റില്ലെന്ന് പറയാം. പക്ഷേ യു ഹാവ് എ ബ്യൂട്ടിഫുൾ ഹാൻഡ് റൈറ്റിംഗ്. സി നോക്ക്, കൈലാഷ് എഴുതിയേക്ക് നോക്ക്, എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. താങ്ക് യു. അല്ല ഇതിന് എൻ്റെ ഹൈറ്റിന് കുറച്ച് താഴെ ഇത് ഇങ്ങനെ വെക്കട്ടെ. ഹോസ്പിറ്റലിൽ തൊടുപുഴ സ്മിത ഹോസ്പിറ്റല് അവരൊക്കെ എന്താണ് ക്യാമ്പുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ ഈ അമ്മ ഓഫീസിൽ കയറുന്നതും ഇത് കാണുന്നതും ഒക്കെ ഇതാണ് നല്ല നല്ല കെട്ടണം. എനിക്ക് അതിനുള്ള അവസരങ്ങൾ അങ്ങനെ വെറുതായിട്ടൊന്നും അത്യാവശ്യങ്ങൾ വന്നിട്ടില്ല, അതുകൊണ്ട് വരാറില്ല, വന്നിട്ടില്ല. ഇപ്പം ആദ്യം കാണുകയാണ്. പക്ഷേ ഇതിനു മുമ്പ് ഞാൻ ഒരു 3 ദിവസത്തേക്ക് മുമ്പ് കുറേ ചാനലുകളിലെ ചില വാർത്തകളെ അടിസ്ഥാനമാക്കി ഒരു 2 ഇൻ്റർവ്യൂ കൊടുത്തു. അന്ന് ഞാൻ പറഞ്ഞു ഞാനിതുവരെ ഈ പറഞ്ഞതുപോലെ അമ്മ ഓഫീസ് കണ്ടിട്ടില്ല. അത് ഇന്ന് തിരുത്തപ്പെടുകയാണ്. അപ്പോൾ ആ ഇൻ്റർവ്യൂ കാണുന്നവർ വിചാരിക്കും ഇവർ പോയല്ലോ എന്ന് വിചാരിക്കും. അല്ല, ഈ ഇൻ്റർവ്യൂ കൊടുത്തിട്ട് 3-4 ദിവസമായി. ഇന്നാണ് ഞാൻ ഈ ഓഫീസ് കാണുന്നത്. നല്ല കാര്യം. എല്ലാവർക്കും ഈ കണ്ണിനൊക്കെയുള്ള ചികിത്സ അത് വാസ്തവത്തിൽ ഈ ആശുപത്രിക്കാരെയാണ് നമ്മൾ അഭിനന്ദിക്കേണ്ടത്. അതിന് തയ്യാറായിട്ട് ഈ സാര ഈ ഐ ഹോസ്പിറ്റലിൻ്റെ ഇത്രയും ഒരു വലിയ സഹകരണം, അത് ഒരാൾക്ക് മാത്രമല്ല, ആണുങ്ങളാണേ ഭാര്യയ്ക്ക്, ഭാര്യയാണേ ഭർത്താവിന്. നല്ല കാര്യമല്ലേ അത്? അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണം കുറച്ച് പൈസ മുടക്കിയാലും സാരമില്ല. അല്ലാതെ നമ്മളാരാണെന്ന് നമുക്ക് ആളാവാനും ഒക്കെയുള്ള വേദികൾ നേടി പോകുന്നതല്ല താരസംഘടന. നമ്മൾ താരങ്ങളായതുകൊണ്ടാണ് ജനം നമ്മളെ ആദരിക്കുന്നത്. അപ്പം നമ്മളെന്തിനാ ഇല്ലാത്ത ആഘോഷങ്ങൾ ഉണ്ടാക്കി കാണിക്കുന്നത്? അതുകൊണ്ട് എന്താ ഒരു നേട്ടം പറയൂ?
നമ്മളൊരു വലിയ പാർട്ടി നടത്തി ഒരു 5-6 ലക്ഷം രൂപ പൊടിച്ചു വാരി നമ്മൾ ഭയങ്കര മഹാന്മാരാകുമ്പോൾ ആരെങ്കിലും സർട്ടിഫിക്കറ്റ് തരുമോ? ഇല്ല. അതുകൊണ്ട് വ്യക്തിപരമായ നേട്ടങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ പ്രതീക്ഷിക്കുന്നവർക്കോ ചിലപ്പോൾ ഒരു ഫലം ഉണ്ടാകാം. അതുകൊണ്ട് എനിക്കതിലുമൊക്കെ സന്തോഷം തോന്നി. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾക്ക് ഏതെങ്കിലും ആശുപത്രികളുമൊക്കെ ആയിട്ട് സഹകരിച്ച്, അത് ശ്വേതയുടെ ഒരു ഐഡിയ ആയിരുന്നു. ജാനുവരിയിൽ ഉണ്ടെന്നൊക്കെ പറഞ്ഞതാണ്, പക്ഷേ എങ്ങനെയോ തെറ്റിപ്പോയി. എന്തായാലും ശരി, ഇന്നിപ്പോൾ ഇത് നടത്തിയ നല്ലൊരു പരിപാടി. ഒരുപാട് പേര് അവരുടെ കണ്ണ് പരിശോധിക്കുന്നു, നോക്കുന്നു. ഇതിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിയുമ്പോൾ നമുക്കൊരു പക്ഷേ ഇത്രയും ഒരു കെയർ കിട്ടിയത് വരില്ല. ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുമ്പോൾ അല്ലേ, കെയർ കിട്ടും. പക്ഷേ എന്നാൽ ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്കുള്ള സംശയങ്ങൾ നമുക്ക് അങ്ങോട്ട് പറയാം. അതിനുള്ള സൗകര്യങ്ങളുണ്ട്. അതുപോലെ ക്ഷമയും സഹനശക്തിയും രോഗിയെ നോക്കാനുള്ള സന്മനസ്സുള്ള ഒരു പറ്റം വിദഗ്ധരായ ഡോക്ടർമാരടക്കം ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാവരുടെയും കണ്ണ് ടെസ്റ്റ് ചെയ്തു, നോക്കുന്നു, ദോഷങ്ങളും കുറവുകളും പറയുന്നു, പരിഹരിക്കാനുള്ള നിർദ്ദേശം. കണ്ണാടി വരെ ഫ്രീയാണ്. പക്ഷേ എനിക്ക് പിന്നെ നേരത്തെ 3-4 കണ്ണാടി ഉള്ളതുകൊണ്ട് തൽക്കാലം എൻ്റെ എല്ലാം നോക്കിയിട്ട് തന്നെ വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. ഏതായാലും ഞാൻ പറഞ്ഞു, തിരുവനന്തപുരത്ത് ഇവർക്ക് ബ്രാഞ്ചുണ്ട്. ഞാൻ അവിടെ പോകുമ്പോൾ അവിടെ പോകും. താങ്ക് യു. ഇതുപോലെ ഇന്ന് പല ചാനലിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ വരുന്നത് സംസാരിക്കാൻ സംഭവം അറിയില്ല. എന്തായാലും ശരി, ഈ ഒരു തുടക്കം ഞാൻ സൂചിപ്പിച്ചതുപോലെ നേർക്കാഴ്ച മാത്രമല്ല, ഉൾക്കാഴ്ച കൂടി കുറച്ച് മെച്ചപ്പെടുത്താൻ ഓരോ ഭാരവാഹി ഈ സാധിക്കട്ടെ ആത്മാഭിമാനം ആഗ്രഹിക്കുന്നു. ഒപ്പം അല്ലേ ഈ ഐ ഹോസ്പിറ്റലിൻ്റെ ഈ ഒരു നല്ല പ്രവർത്തിക്ക് എല്ലാ വിശ്വാസവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശരിയാണ്, ജാനുവരിയിലാണ് രജിസ്ട്രേഷനുള്ള കുട്ടിക സംഗമം അങ്ങനെ പോയപ്പോൾ ഇതിനൊത്തിരി താമസം വന്നെങ്കിലും നടക്കാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ കാര്യം. അത് നടക്കാൻ കഴിയുന്നതും നടത്തിക്കൊണ്ടിരിക്കുന്നതും ഇവിടെ മാത്രമല്ല കേരളത്തിലുള്ള കേരളം മുഴുവനുള്ള എല്ലാ മെമ്പേഴ്സിനും കിട്ടാനുള്ള എല്ലാ സൗകര്യങ്ങളും വിചാര ഒരുക്കിയിട്ടുണ്ട്. ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ മല്ലിക ചേച്ചി പറഞ്ഞ ഓരോ വാക്കുകളും സ്വീകരിക്കണം. മല്ലിക ചേച്ചി പറഞ്ഞത് എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞാൻ പറയാണ്, എല്ലാ സൈഡുകളും കേട്ടിട്ട് വേണം ഒന്നും കൂടി പറയാൻ. ചേച്ചി പറഞ്ഞത് കറക്റ്റാണ്. നമ്മൾ ഒരുമിച്ച് തന്നെ നിന്നിട്ട് ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോകണം. അൾട്ടിമേറ്റ് എയിം അമ്മയാണ്, വ്യക്തികളല്ല. വ്യക്തികൾ 3 വർഷത്തേക്ക് 1 വർഷത്തേക്ക് വന്നിട്ട് പോകുന്നവരാണെന്നും അത് സ്ഥിരമായിട്ടുള്ള സ്ഥാനമല്ല. പക്ഷേ അമ്മയാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ളത്. അത് നിലനിർത്താനും അത് മുന്നോട്ട് കൊണ്ടുപോകാനുമാണ് നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ളതെന്നുള്ള പൂർണ്ണ വിശ്വാസവും അതിനോടുള്ള എല്ലാ നന്ദിയും അതിനോടുള്ള എല്ലാ കടപ്പാടും ചേർന്നാണ് ഓരോ സ്റ്റെപ്പും മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം നമ്മൾ എന്തൊക്കെയാണെന്നുള്ളത് ചേച്ചിയൊക്കെ ചോദിച്ചിട്ട് ചേച്ചി പറയുന്നതാണ് എന്താണത്. അപ്പോൾ ഒരുപാട് സന്തോഷം. ഇവിടെ നടന്ന എല്ലാ കാര്യങ്ങളും, ഇവിടെ വന്ന എല്ലാ മെമ്പേഴ്സിനും, അതുപോലെ തന്നെ ശ്വേതയ്ക്കും ദേവരാജ്